നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. റഷ്യയും ഇറാനും തമ്മിൽ ആണവ ഉടമ്പടി ഒപ്പിടാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇറാൻ വർഷങ്ങളായിട്ട് ആണവ പദ്ധതികളുമായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇറാൻ പറയുന്നത് ഇത്തരം ആണവ പദ്ധതികൾ അത് ഊർജ്ജ ഉൽപാദനത്തിനും അതുപോലെ തന്നെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് എന്നാണ് ഇറാന്റെ പക്ഷം. എന്നാൽ അമേരിക്ക, ഇസ്രയേൽ അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങൾ പറയുന്നത് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ്. എന്നാൽ 2015 ഇറാൻ ഇത് സംബന്ധിച്ച് ഒരു കരാർ തന്നെ ഇത്തരം ലോകശക്തികളുമായി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കുമെന്നും അതിന് പകരമായിട്ട് ഇറാന് മേൽ ഏർപ്പെടുത്തിയിരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ അത് നീക്കണമെന്നായിരുന്നു ഈ കരാറിൽ പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു കരാറിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഉണ്ടായത്. ഓർക്കണം, അമേരിക്കയാണ് ഈ കരാർ അവസാനിപ്പിച്ചത്, ഇറാനല്ല. പിന്നീട് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോയി. എന്നാൽ അമേരിക്കയ്ക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ ഇസ്രയേലിനും ഇത് കനത്ത ആശങ്കയാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ റഷ്യ ഇറാനുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ പോകുന്നു എന്ന് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സാങ്കേതിക സഹകരണം അതുപോലെ തന്നെ ഇന്ധന വിതരണം അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങളുടെ വികസനം ഇവയെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു കരാറാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മിഡിൽ ഈസ്റ്റ് മേഖല മൊത്തം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും അമേരിക്കൻ സ്വാധീനം കുറയ്ക്കാനായി ഇത്തരം ഒരു നീക്കം സഹായിക്കുമെന്നാണ് ഇതിനെ സംബന്ധിച്ച് വിദഗ്ധർ പറയുന്നത്. എന്നാൽ ഇത്തരം ഒരു കരാറിനെതിരെ ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ശക്തമായൊരു എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇസ്രയേൽ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്. ഇറാന്റെ കയ്യിൽ ആണവായുധം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ലോക സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് എന്നാണ് ഇസ്രയേൽ പറയുന്നത്. എന്നാൽ ഇസ്രയേൽ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിവിടെ നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഏറ്റവും അവസാനം ഖത്തർ പോലെയുള്ള ഒരു രാജ്യത്ത് വരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് മറ്റൊരു രാജ്യം അവരുടെ കയ്യിൽ ആയുധം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ലോക സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ പറയുന്നത്. എന്നാൽ ഇറാനിലെ ജനങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇത്തരം ഒരു കരാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പുതിയ കരാർ സാമ്പത്തിക മുന്നേറ്റത്തിന് സഹായകരമാകുമെന്നും വൈദ്യുതി ഉൽപാദനം അതുകൂടാതെ തന്നെ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുമെന്നുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ പ്രതീക്ഷകളെല്ലാം നിലനിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആശങ്കയും വർദ്ധിക്കുന്നുണ്ട്. കാരണം ഇത്തരം ഒരു കരാർ കൊണ്ട് പുതിയ സംഘർഷങ്ങൾ ഉടലെടുക്കുമോ എന്നൊരു ആശങ്കയും പലരും ഈ ഒരു സാഹചര്യത്തിൽ പങ്കുവെക്കുന്നുണ്ട്. സ്വതന്ത്രമായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ മറ്റ് രാജ്യങ്ങൾ എന്തുകൊണ്ട് അതിൽ ആശങ്കപ്പെടണം, അവരെന്തിൽ അതിൽ ഇടപെടണം തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. എന്നിരുന്നാലും ഇറാനും റഷ്യയും തമ്മിലുള്ള ഈ ഒരു ആണവ കരാർ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. മറ്റൊരു വാർത്ത വരുന്നത് ഇസ്രയേലിൽ നിന്ന് തന്നെയാണ്. പ്രശസ്തമായിട്ടുള്ള ലേറ്ററ്റ് എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റ് സംഘടന അവർ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രയേലിൽ ഏകദേശം 28 ലക്ഷത്തോളം ആൾക്കാർക്ക് വേണ്ട രീതിയിലുള്ള പോഷകാഹാരങ്ങൾ കിട്ടുന്നില്ല എന്നാണ് ഈ ഒരു സംഘടന കണ്ടെത്തിയിരിക്കുന്നത്. ഇസ്രയേൽ നടത്തുന്ന ഈ ഒരു യുദ്ധത്തിൽ ചെലവ് വല്ലാതെ കൂടിയിരിക്കുന്നു. സാധാരണ ജനങ്ങൾക്കായിട്ടുള്ള സഹായങ്ങൾ അവയെല്ലാം നിർത്തിയിരിക്കുന്നു. ജീവിത ചെലവുകൾ അത് കുത്തനെ കൂടിയിരിക്കുന്നു. പലർക്കും ജോലി നഷ്ടമായി, അതുപോലെ തന്നെ വരുമാനം കുറഞ്ഞു. ലേറ്റർ പോലെയുള്ള ഒരു സംഘടന പറയുന്നത് ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ ദാരിദ്ര്യത്തിലേക്ക് പോകുമെന്നാണ് ഈ ഒരു സംഘടന പറയുന്നത്. ഇസ്രയേലിൽ ഡേ ബൈ ഡേ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സാധാരണ ഇത്തരം റിപ്പോർട്ടുകൾ അധികം മീഡിയയിലൊന്നും കണ്ടിട്ടില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ തന്നെ പത്രമായിട്ടുള്ള ടൈംസ് ഓഫ് ഇസ്രയേൽ എന്ന് പറയുന്ന മാധ്യമത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.